പിന്നെ സാധനം ജാക്കെ എനിക്കൊന്നും അറിയണ്ട കേട്ടോ. നീ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറിക്കോ. അതെങ്ങനെയാടാ? ഒന്ന് വിടറാ പ്ലീസടാ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ബിങ്കോ ഒക്കെ മേടിച്ചു തന്നെയല്ലേ. അതെനിക്കൊന്നും അറിയണ്ട. നീ ഈ വീട്ടിൽ നിന്ന് മാറിത്തന്നെ, എനിക്കൊന്നും അറിയണ്ട. അതെങ്ങനെ ശരിയാവണേ? ഒന്നും പറ്റില്ല, നിൻ്റെ ഫ്രണ്ടല്ലേ. ഫ്രണ്ടാന്ന് പറഞ്ഞ് എനിക്കൊന്നും വേണ്ട. പിന്നെ ഞാനിവിടെ തന്നെ താമസിക്കും. ഞാൻ നിനക്ക് ഇവിടെ ഒരു വീട് ഉണ്ടായി തരാം. എവിടെ വീട്? ഇവിടെ ആയിട്ട്. ഇവിടെയോ? ഇവിടെ തന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ കിടന്ന് തന്നെ. എനിക്കൊരു ദിവസം സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം. അതുകൊണ്ട് പ്ലീസ് ജാക്കെ. ഓ അല്ല പിന്നെ എന്നോട് തോന്നുന്നു. എടാ ജാക്കെ പ്ലീസാ ഒന്ന് മാറിക്ക വിളിച്ച. എൻ്റെ മുമ്പിൽ നിന്ന് ഒരു കേൾക്കൂട്ടോ. എനിക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് ചെയ്യാം. എന്നാ ശരി. എനിക്ക് നിന്നെ ഇഷ്ടമില്ല. അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ല. നീ കരഞ്ഞിട്ട് പോലും കാര്യമില്ല. ഞാൻ എന്തായാലും അവന്മാരെ ആ സുഗണ്ണനോട് വിളിച്ചു ചോദിക്കട്ടെ. അപ്പം എന്തായാലും അവന്മാരെ വിളിച്ചു ചോദിക്കാം. ഹലോ, എന്താടാ വിശേഷം? എൻ്റെ പൊന്നളി വിശേഷം ഒന്നും ചോദിക്കാൻ എൻ്റെ സമയമൊന്നുമില്ല. എടാ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു വീട് വയ്ക്കാൻ പറ്റുമോ? വീടോ? വീട് വയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഹലോ 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 വീട് വയ്ക്കാമോ? അവന്മാർ വന്നിട്ട് എന്തായാലും എവിടെയായിട്ടാണ് വീട് വെക്കണ്ടേ? സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞുതരാം. മറ്റേ സ്ഥലത്തായിട്ട്. എവിടെ? ഇത് എവിടെ ആയിട്ട്? അവിടെ ആയിട്ടോ? അവിടെ ആയിട്ട് എങ്ങനെയാണ് വെക്കണം? വേറെ ഏത് സ്ഥലത്ത് വെച്ചാൽ അതൊന്നും എനിക്കറിയണ്ട. എന്നാൽ എനിക്ക് ഞാൻ ഒരു വീടുണ്ടായി തരട്ടെ. എന്നിട്ട് ഫീൽസ് ഇവിടെ താമസിക്കട്ടെ. അയ്യോ, അത് പറഞ്ഞാൽ ശരിയല്ലടാ. സുഗണ്ണൻ പറഞ്ഞതോ. പിന്നെ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. എനിക്കൊന്നും അറിയില്ല. നീ മാറി തന്നാൽ മതി. എടാ ജാക്കെ പ്ലീസടാ, നീ ഒന്ന് പോണേ വിളിച്ചേ. എന്താടാ നിങ്ങളുടെ ഒരു അടിയായോ? അടിയൊന്നുമില്ല. എനിക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാം. എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇഷ്ടവും. എന്നാൽ ശരി, ഇനി ഒരിക്കലാണെങ്കിൽ ഞാൻ ഒരിക്കലും മിണ്ടില്ല കേട്ടോ. എൻ്റെ വീടിൻ്റെ പടി ഈ വാതിൽക്ക പോലും ചവിട്ടി വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അവന്മാരൊന്നും തമ്മില്ല. അവനാണെങ്കിൽ എന്തെങ്കിലും കണ്ടോ ഗൈസ്, പുറത്ത് പോകണമുണ്ടോ? നിങ്ങളെന്നെ അടിയുണ്ടായോ? അല്ലെന്ന് എനിക്ക് കുറച്ച് നാൾ സ്വസ്ഥമായിട്ട് ജീവിക്കാം. സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടാണുള്ളത്. അപ്പോൾ എവിടെയായിട്ട് വീട് വെക്കാൻ പറ്റുമോ? ശമ്പളം എത്ര വേണ്ടേ? ഒരു ശമ്പളം നിൻ്റെ ക്യാഷ് ആയിട്ടുണ്ടോ? ക്യാഷ് ആയിട്ടില്ല, ഗൂഗിൾ പേ ജിപേ ഉണ്ട്. ജിപേ ആണോ? അപ്പം എന്തായാലും ഇവിടെ നീ കുറച്ച് ടാസ്കുകളൊക്കെ ചെയ്താലേ. എന്നാ ടാസ്ക്? നീ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ. അതെന്തിനാ? അതൊക്കെ കൊണ്ടുവന്നാലല്ലേ എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരി. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ട്രക്ക് ഓടിക്കണം. എനിക്ക് പണ്ട് ട്രക്ക് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഗേറ്റ് വഴി ഇറങ്ങാം. ഈ ഗേറ്റൊന്നും തുറക്കൂല പണ്ടാരം. അപ്പോൾ എന്തായാലും നമുക്ക് അന്നോട്ടേക്ക് വഴി പോകാനാണ്. അവിടെ കുറച്ച് പലകയും കഷ്ണങ്ങളെല്ലാം എടുക്കണം. അപ്പോൾ നമ്മുടെ ഫിലിപ്സിൻ്റെ വീട് കയറും. അവന് വേണ്ടി ഞാൻ ഏത് വീട് കൊടുക്കാനും തയ്യാറാം. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം സ്വസ്ഥമായിട്ട് ജീവിക്കണം. നമുക്ക് എന്തായാലും വേഗം പോവാം. വേഗം പോട്ടെ. ഇവിടെ ആയിട്ടാണെന്നാ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും റോട്ടിലൂടെ അപ്പോൾ കണ്ണ് കാണാൻ ഇതിലെന്തൊക്കെയോ തേച്ച് വെച്ചേക്കാം കേട്ടോ. ചെളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ആയിട്ടാട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇറങ്ങാം. അപ്പോൾ എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ കുറച്ച് പലകളും കഷ്ണങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആണെങ്കിൽ അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവരോട് ചോദിച്ചു. സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. പൈസ എപ്പോഴാണ് വേണ്ടേ? പൈസയൊന്നും വേണ്ട, ആവശ്യമില്ല. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സ്ഥലമാണ്. മറ്റേ സ്ഥലത്താണെങ്കിൽ ഇനി മേടിക്കാനൊന്നും പോകണ്ട മോനെ. അവിടെയാണെങ്കിൽ ഭയങ്കര വിലയൊക്കെയാണ്. ചേട്ടൻ തന്നെ നല്ലവനാണെന്ന് തീരുമാനിച്ചോ? അതെ. സാധനങ്ങളെല്ലാം അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഴയായി. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ എനിക്ക് വേറെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ എന്തായാലും ജാക്കിനുണ്ട് പുതിയ വീട് വയ്ക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വേറൊരു വഴി പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് പറയണം കേട്ടെ. അതൊക്കെ വേണം. അപ്പോൾ എന്തായാലും ഒരു ഓട്ടോ വിളിച്ച് പോകാൻ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഇനി ഒരു പണിയൊന്നും ഇല്ല. വേഗം വീട്ടിലെത്തണം. അയ്യോ ചേട്ടൻ പോയടാവേ. വീട്ടിൽ വിട്ടുപോയി. ഇപ്പോൾ എന്തായാലും ഇന്ന് വണ്ടിക്ക് പോവാം. അപ്പോൾ എന്തായാലും ഇനി പോവാം. വണ്ടിയും വിട്ടുപോടാ. അപ്പോൾ എന്തായാലും നമ്മൾ പോവാട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും അവന്മാരാണെങ്കിൽ വണ്ടി എത്തിക്കുമെന്ന് പറഞ്ഞേട്ടെ. അപ്പോൾ എന്തായാലും വീട് സെറ്റാവുമെന്ന് പറയണം കേട്ടെ. വീട് കുറച്ച് പണിയെടുക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. ശരിയാക്കണമെന്ന് അറിയില്ല അവന്മാർ. എന്തായാലും അവിടെ വീട് സെറ്റാവുമെന്ന് പറയണം കേട്ടോ അവന്മാരൊക്കെ. ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടെ അവന്മാർ. മഴയായിട്ട് കാണത്തുമില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങി. ചേട്ടാ താങ്ക് യു. അപ്പോൾ എന്തായാലും ഇനി പൈസ എത്ര വേണ്ടേ?
ഒരു 150. 150. അപ്പം എന്തായാലും കൊടുത്തിട്ട് എന്തായാലും. അപ്പം എന്തായാലും നമുക്കാണെങ്കിൽ പോവാം. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണോ? പിന്നെ അല്ലാണ്ട് ഇത്രയല്ലേ? അതെ. അപ്പം എന്തായാലും പണി തുടങ്ങണം. എവിടുന്നാ തന്നെ മോളീന്ന് വരും. മോളീന്നോ? എവിടുന്ന് വരൂടാ? എടാ മോളീന്ന്, ആകാശത്തുനിന്നോ? എൻ്റെ തലവെണ്ടലെങ്ങാനും വന്ന് വീടോട്ട് ഇറങ്ങാം. ഒന്ന് മിണ്ടാണ്ടിരിക്കുക. എനിക്ക് നല്ല ദേഷ്യം വരുന്നു കേട്ടോ. എൻ്റെ അണ്ണായി ഞാൻ പറയണില്ല. അല്ലേ പിന്നെ എന്നാലും എങ്ങനെയായിരിക്കും മന്നെ. ഇപ്പോൾ എന്തായാലും ഫീൽഡ്സ് ആകത്തിരിപ്പുണ്ട്. ഫീൽഡ്സിന് വേണ്ടി ഒരു സർപ്രൈസ് കൊടുക്കണം കേട്ടോ. പിന്നെ ഭയങ്കര വിഷമമായിരിക്കും, കിടന്ന് കരയായിരിക്കും. അപ്പോൾ എന്തായാലും അവനോടെ പോയി. എടാ ഫിലിക്സേ എടാ ഇവനോടെ പോടാ. അവനോടെ പോയി. എനിക്കറിഞ്ഞുണ്ടോ. അപ്പോൾ എന്തായാലും വന്നോ? എന്നാ വന്നേ. നിനക്ക് വേണ്ടി ഒരു വീട് സർപ്രൈസ് ചെയ്ത് വെച്ചിട്ടാ. നോക്ക്. അപ്പോൾ എന്തായാണെങ്കിൽ ഇനിയാണ് ഈ വീട് കുറച്ച് സമയം എടുക്കുമെന്ന് പറയണം കേട്ടോ അവന്മാരൊക്കെ. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ എന്തായാലും ഈ വീടാണെങ്കിൽ തയ്യാറാവുമെന്ന് പറയണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അവരാണെങ്കിൽ ശരിയായിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീട് സെറ്റാവണം അതിൽ കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും ഒരു സ്ഥലം വരെ കൊണ്ടുപോകാം. എന്നാ സ്ഥലം? നിന്നെ വെറുതെ കുറ്റി കാണിക്കാൻ വേണ്ടിയൊക്കെ. എനിക്ക് ചുറ്റി കാണാനൊന്നും പോകണ്ട. എൻ്റെ പൊന്നടാവേ ഒന്ന് സമ്മതിക്കടാ. എന്നാണ് അടുത്ത മഴയായിട്ട് എന്തായാലും സാധനമൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് സെറ്റായെന്ന് പറയണം കേട്ടോ അവന്മാരൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ വീട്ടിലെത്തണം. അപ്പോൾ എന്തായാലാണെങ്കിൽ വേറെ വീട് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ശരിയാടാ, ഞങ്ങളിപ്പോൾ തന്നെ വരാം. അപ്പോൾ കയറാതെ. എന്നെ ഒന്ന് വീട്ടിൽ വേണം. ഞാൻ നിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചോളാം. എന്താടാ ഞാൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് നീ കൂടുതലൊന്ന് പറയല കേട്ടോ. മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോ? എന്നാ ഒതുങ്ങിയിരുന്നോന്ന് നോക്ക്. സർപ്രൈസ്. എന്നാ സർപ്രൈസ്? ഒന്ന് പോവാ അവിടുന്ന്. ഇതെന്നെ കൊച്ചുങ്ങളുടെ വീടോ? കൊച്ചുങ്ങളുടെ വീടൊന്നുമല്ലടാ, നല്ല സെറ്റപ്പ് വീടാ. എനിക്ക് ഈ വീടൊന്നും വേണ്ട. നിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചോളാം. പോരെ? ഇപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ പണി കിട്ടി. ഫ്ലാഷ് ബാക്ക് അടിക്കും നമുക്കൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ കുറച്ച് നേരം താമസിക്കാം. അപ്പോൾ എന്തായാലും ഇവന്മാരോട് സംസാരിക്കാതിരിക്കാമല്ലോ, പണി അടിക്കാം. ഈ വീട് കൊള്ളാലടാ. ഈ വീട് കൊള്ളാമൊക്കെ ചെയ്യാം. വീട് കൊള്ളാം. അപ്പോൾ എന്തായാലും നിനക്ക് ഈ വീട് ഇഷ്ടപ്പെടോടാ? ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നോക്കടാ എന്നാ സെറ്റപ്പാന്ന്. ശരിയാണല്ലോ. അവിടെ മടിച്ചിരിക്കണ്ട വാടാവേ. അല്ലേ പിന്നെ എന്നാടാ കൊള്ളാലോ. എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞ് ബെഡ്, പിന്നെ ഇതേ കാർട്ടൂണൊക്കെ വെച്ച് കാണാലോ എനിക്ക്. പിന്നെ കാർട്ടൂണ് ഇവിടെ നിന്ന്, പിന്നെ ഡൈനിങ് ടേബിൾ ആട്ടോ. പിന്നെ അവിടെ വാഷ്റൂമൊക്കെ ആണെങ്കിൽ ഇതാണ് അവൻ്റെ കിച്ചൺ. അപ്പോൾ എന്തായാലും അവിടെ ആയിട്ട് ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ സ്ഥലത്തൊക്കെ ആയിട്ടുണ്ട് കുറേ സാധനങ്ങൾ. മുകളിലത്തെ നിലയൊക്കെ എന്നാ സെറ്റപ്പാന്ന് പറഞ്ഞോളൂ. ഇവിടെ ആയിട്ട് ബാത്റൂം, ഇവിടെയാണ് ടോയ്ലറ്റ്, പിന്നെ കുളിക്കണ ഷവറൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ മുകളിൽ കുറേ വാതിലുകളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് കയറി വരും കേട്ടോ. അന്ന് എന്നത് ഇനി ആ വീടിനെ ചവിട്ടി പോലെ. എന്നാടാ ചാക്കേ? അല്ലെങ്കിലും എന്നാ നിൻ്റെ സാധനങ്ങളൊക്കെ ഇന്നോട്ടേക്ക് ആക്കി. എന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ അമ്മേ. ഇത്രയും ബുക്സോ? കൊള്ളാം. സെറ്റപ്പ് സാധനം. അപ്പം ഇവിടെ ആയിട്ട് തുറക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ. സെറ്റപ്പ് മുറി. ഇത്രയും ബുക്സ് എന്തരായിരിക്കും? അപ്പം എന്തായാലും വീട് കേട്ടോ ശനെ. കൊള്ളാം. സെറ്റപ്പ് തന്നെ. അപ്പോൾ എന്തായാലും ഈ വീട് ഇഷ്ടപ്പെട്ടോ? ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കൊള്ളാം, സെറ്റപ്പ് തന്നെ. നിനക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആ വീടിൻ്റെ പടി ഔട്ടി പോലെ. അപ്പോൾ എന്തായാലും വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ ഇറക്കും ബായ്. ഇപ്പോൾ എന്തായാലും അൾട്ടിമേറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ. 29 സബ്സ്ക്രൈബേഴ്സ് ആയുള്ളൂ. അപ്പോൾ എന്തായാലും ബായ്.